എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ആൾജിബ്ര അഥവാ ബീജഗണിതം. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ബീജഗണിതം. അതായത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാം. അത് ശ്രദ്ധിക്കാതിരുന്നാലോ ഒരു ചുക്കും മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് ഈ ആൾജിബ്ര? നാം നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ കണക്കിലെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡ് മാത്ത് അല്ലേ, അത് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു ഈ സംഖ്യകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അളവുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കി എഴുതുന്നതിനെയാണ് നാം എന്ത് പറയുക, ആൾജിബ്ര എന്ന് പറയുക. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആൾജിബ്ര ഉപയോഗിച്ച് എഴുതാനും പഠിച്ചു അല്ലേ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സംഖ്യയാണെങ്കിൽ നമുക്ക് ആ സംഖ്യ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം അല്ലേ. ഏത് സംഖ്യ വേണമെങ്കിലും ആവും എക്സ് എന്ന് കൊടുക്കാം. ഇനി അതിൻ്റെ 2 മടങ്ങാണെങ്കിലും ഈ സംഖ്യയുടെ 2 മടങ്ങിനെ നമ്മൾ എന്ത് പറയും, 2x അല്ലേ. 2 മടങ്ങാണെങ്കിൽ 2x എന്ന് നമുക്ക് കൊടുക്കാം. ഇനി 2 മടങ്ങിനോട് 1 കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 2x + 1 അല്ലേ, അങ്ങനെ എഴുതാം നമുക്ക്. ഇനി ഇതിൻ്റെ ഈ സംഖ്യയുടെ 2 മടങ്ങും 3 മടങ്ങും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ എഴുതാം, ഇതിൻ്റെ 2 മടങ്ങ് അല്ലേ. അപ്പോൾ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x + 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x അല്ലേ. അപ്പോൾ 2 മടങ്ങും 3 മടങ്ങും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 5 മടങ്ങ് കിട്ടും, അതായത് 5x അല്ലേ. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സംഖ്യയെ 1 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടും. അങ്ങനെ അത് നമുക്ക് എങ്ങനെ ആൾജിബ്ര ഉപയോഗിച്ച് എഴുതാം, ഒരു സംഖ്യയെ ഇപ്പോൾ സംഖ്യ നമുക്ക് x ആണെന്ന് വിചാരിക്കുക, ആ സംഖ്യയെ 1 കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ x/1 = ആ സംഖ്യ തന്നെ ലഭിക്കും, അതായത് x തന്നെ ലഭിക്കും അല്ലേ, x. അപ്പം ഇതേ രൂപത്തിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ കൂടുതൽ ലളിതമായി മനസ്സിലാക്കാൻ നമുക്ക് എന്ത് പറ്റും, ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് പറ്റും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലാസ്സിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇനി ഞാനിവിടെ നോക്കിയ തൊട്ടടുത്തുള്ള 2 എണ്ണൽ സംഖ്യകൾ എഴുതുന്നു, അതായത് നാച്ചുറൽ നമ്പർ 5ഉം 6ഉം എഴുതി. ഇനി ഇവ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 5 + 6 = 11. നമുക്കറിയാം 2 എണ്ണൽ സംഖ്യ തൊട്ടടുത്ത എണ്ണൽ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് പകരം നാം എന്ത് ചെയ്താൽ മതി, അതിലെ ചെറുത്, ഇവിടെ ചെറുത് 5 ആണ് അല്ലേ, ആ ചെറുതിനെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും. അതായത് ഇതിൽ ചെറുത് ഏതാണ്, 5. അപ്പോൾ നമുക്ക് 5നെ 2 കൊണ്ട് ഗുണിക്കുക, അതിനുശേഷം അതിൽ കൂടി 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 5 × 2 10, 10 + 1 11, ഇങ്ങനെയും കിട്ടും. അപ്പോൾ ഏത് തൊട്ടടുത്ത എണ്ണൽ സംഖ്യ എടുത്താലും ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇപ്പോൾ നോക്കിയാൽ 5ഉം 6ഉം കൂടി കൂട്ടണം അല്ലേ, 5ഉം 6ഉം കൂടി നമുക്ക് കൂട്ടണം. അതിന് നോക്കിയാൽ 5 + 6നെ നമുക്ക് 5ൻ്റെ ടേംസിൽ തന്നെ എഴുതാൻ പറ്റും അല്ലേ. അതായത് 6നെ നമുക്ക് 5ൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ എന്ത് പറ്റും, 6നെ നമുക്ക് 5 + 1 എന്ന് എഴുതാം അല്ലേ. 5 + 1 തന്നെയാണ് 6. അപ്പോൾ നമ്മളിവിടെ 5 + 6ന് പകരം 5 + 5 + 1, ഈ 6ആണ് ഈ 5 + 1. ഇനി ഇവിടെ നോക്കിയാൽ 5 + 5 അല്ലേ, അപ്പോൾ എത്ര 5 ഉണ്ട്, 2 5 ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ 2 5 ഉണ്ട്, 2 × 5 + 1 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 2 × 5 + 1 അല്ലേ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്, 5 × 2 + 1. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ഏത് 2 നാച്ചുറൽ എണ്ണൽ സംഖ്യ എടുത്താലും തുക എന്തായിരിക്കും, ഈ ചെറിയ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഉത്തരം തന്നെ ലഭിക്കും. ഇത് നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ പറയാൻ പറ്റും, നമുക്കറിയാം 2 സംഖ്യകളാണ് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ നമ്മൾ ആ സംഖ്യക്ക് ആദ്യത്തെ സംഖ്യക്ക് എന്ത് കൊടുക്കാം, x എന്ന് കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ സംഖ്യ x, തൊട്ടടുത്ത സംഖ്യ എന്ത് കൊടുക്കാം നമുക്ക്, x + 1 അല്ലേ. ഇപ്പം നമുക്ക് ഒരു സംഖ്യ, ഇപ്പോൾ ഞാൻ 10 എടുത്തെന്ന് വിചാരിക്കുക, അടുത്ത സംഖ്യ ഏതാണ്, 10ൽ കൂടി നമ്മൾ 1 കൂട്ടണം അല്ലേ. ഇനി ഞാൻ 50 എടുത്തത്, അടുത്ത സംഖ്യ ഏതായിരിക്കും, 50 + 1 51 അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം x എടുത്തപ്പോൾ അടുത്ത സംഖ്യ x + 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സംഖ്യകൾ, x ഉം x + 1. ഇനി എന്ത് ചെയ്തു, ഇവർ തമ്മിൽ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ, അപ്പോൾ ഇവർ തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ x + x + 1. അപ്പോൾ ഇവർ തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത് അല്ലേ. അത് എന്തിന് തുല്യമായിരിക്കും എന്നാണ് നാം പറഞ്ഞത്, ഇതിൽ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ x അല്ലേ. എക്സിനെ ചെറിയ സംഖ്യ 2 കൊണ്ട് ഗുണിക്കും, 2x, അതിൽ കൂടി 1 കൂട്ടി +1. അപ്പോൾ ഇത് 2 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അവയെ തമ്മിൽ കൂട്ടുന്നത് x + x + 1 തമ്മിൽ കൂട്ടുന്നത് എന്തിന് തുല്യമായിരിക്കും,
ഇതിൽ ചെറിയ സംഖ്യയുടെ ഇരട്ടി അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 2x പ്ലസ് അതിൽ കൂടി 1 കൂട്ടിയതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1. ഇനി നോക്കിയേ, 1 2 3 തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ. പിന്നെ 2 3 4 അടുത്ത സെറ്റ് 6 7 8 ഇതൊക്കെ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകൾ. ഇനി ഇവയുടെ ഈ ഗ്രൂപ്പിൻ്റെ നോക്കിയ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ഞാൻ കൂട്ടാണ്. അതായത് 1 പ്ലസ് 3 നമുക്ക് ഉത്തരം കിട്ടും 4 അല്ലേ. ഇനി ഇതിൻ്റെ 2 കൂടി കൂട്ടിയാൽ ആദ്യത്തെ അവസാനത്തെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2 പ്ലസ് 4 സീക്വൽ ടു 6. ഇനി ഇവ തമ്മിൽ കൂട്ടിയാലോ 6 പ്ലസ് 8 അല്ലേ. 6 പ്ലസ് 8 സീക്വൽ ടു 14. അപ്പോൾ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ ഓക്കെ ആദ്യത്തെ അവസാനത്തെ തമ്മിൽ ഞാൻ കൂട്ടി അല്ലേ. അപ്പോൾ എനിക്ക് 4 കിട്ടി. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ആണെങ്കിൽ എനിക്ക് 4 കിട്ടി. ഇത് ഏതിന് തുല്യമായിരിക്കും? ഇതിലെ മിഡിൽ നമ്പർ എത്രയാണ്? 2 അല്ലേ. ഈ 2നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതേ ഉത്തരം തന്നെ നമുക്ക് ലഭിക്കും. അതായത് നോക്കിയാൽ മിഡിൽ നമ്പർ 2 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2 അതും നമുക്ക് എന്ത് കിട്ടും? 4. ഇവിടെ നോക്കിയാൽ ശരിയാവുമെന്ന്. ഇവിടെ 3. അപ്പോൾ 3 ഇൻറ്റു 2 എത്ര കിട്ടി? 6 അല്ലേ. 6 അല്ലേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നോക്കിയാൽ ഇവിടെ എന്ത് വരും? മിഡിൽ നമ്പർ എത്രയാണ്? 7. അപ്പോൾ 7 ഇൻറ്റു 2 എത്ര കിട്ടും? 7 ഇൻറ്റു 2 14. ആ ഉത്തരം നല്ല ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതായത് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ കൂട്ടുന്ന സംഖ്യ ഏതിന് തുല്യമായിരിക്കും? ഈ നടുവിലെ സംഖ്യയെ നാം 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഇക്കാര്യം നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, എഴുതാൻ പറ്റും? ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മിഡിൽ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മിഡിൽ അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിന് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കണം. അപ്പോൾ ഇവിടെ 3 നമ്പറുകളുണ്ട് അല്ലേ, 3 സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ഏതിന് എക്സ് എന്ന് കൊടുക്കാം? നമുക്ക് എളുപ്പത്തിൽ ഏതിന് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം? നമ്മൾ മിഡിൽ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മിഡിൽ നമ്പറിനെ എന്ത് ചെയ്യാം? എക്സ് എന്ന് കൊടുക്കാം. മിഡിൽ നമ്പർ അതായത് നടുവിലുള്ള നമ്പറിനെ എക്സ് ആണെന്ന് വിചാരിക്കാം. ഇനി ഒരാൾ ആദ്യത്തെ നമ്പറിന് എക്സ് കൊടുത്തു, ഒരു വിരോധവും ഇല്ല. അപ്പോൾ മിഡിൽ നമ്പർ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? ഇപ്പം നോക്കിയാൽ 3 സംഖ്യകൾ 3 സംഖ്യകളാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. തൊട്ടടുത്ത 3 സംഖ്യകൾ. ഇപ്പോൾ അതിൽ നടുവിലെ സംഖ്യക്ക് ഞാൻ 5 എന്ന് കൊടുത്തു വിചാരിക്കും. അപ്പോൾ അതിന് മുമ്പത്തെ സംഖ്യ ഏതായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അതായത് 5ൽ നിന്ന് ഞാൻ എന്ത് കുറച്ചു? 1 കുറച്ചു. അപ്പോഴാണ് എനിക്ക് 4 കിട്ടുന്നത്. ഇനി ഈ സംഖ്യ എത്രയായിരിക്കും? 6 അല്ലേ. 6 എങ്ങനെ എനിക്ക് കിട്ടിയത്? 5ൻ്റെ കൂടെ 1 കൂട്ടി അല്ലേ. അപ്പം എനിക്ക് 6 കിട്ടി. അതേപോലെ ഇവിടെ മിഡിൽ നമ്പർ എക്സ് ആണ്. അപ്പോൾ എക്സിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതായിരിക്കും? ഈ എക്സിൽ നിന്ന് 1 കുറയ്ക്കുക അല്ലേ. അപ്പോൾ എക്സ് -1. ഇനി നമ്മുടെ മൂന്നാമത്തെ നമ്പർ അല്ലേ, ഇത് മിഡിൽ നമ്പർ കിട്ടി. ഫസ്റ്റ് നമ്പർ മിഡിൽ നമ്പർ. അടുത്ത നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ കൂടെ 1 കൂട്ടി അല്ലേ. അതേപോലെ എക്സിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്പർ അവസാനത്തെ നമ്പർ എന്ത് വരും? എക്സിൻ്റെ കൂടെ 1 കൂട്ടണം. ആദ്യത്തെ നമ്പർ എക്സ് -1, പിന്നത്തെ നമ്പർ എക്സ്, അടുത്ത നമ്പർ എക്സ് +1. ഇതാണ് 3 എണ്ണൽ സംഖ്യകൾ. ഇനി നമ്മ എന്താണ് പറഞ്ഞത്? ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കൂടി കൂട്ടുന്നത് അല്ലേ. അതായത് ഇതാണ് ആദ്യത്തെ സംഖ്യ, ഇതാണ് അവസാനത്തെ സംഖ്യ. അവ തമ്മിൽ കൂടി കൂട്ടുന്നത്. അതായത് എക്സ് -1 ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ എക്സ് +1 തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? സീക്വൽ ടു ഏതിൻ്റെ ഇരട്ടിയായിരിക്കും? നടുവിലെ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും. നടുവിലെ സംഖ്യ എക്സ്, അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x. അപ്പോൾ ഇതേ രൂപത്തിലാണ് നാം ആൾജിബ്രയിൽ എഴുതാം. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 166 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതും നമുക്ക് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടേക്ക് സം സെറ്റ്സ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ആഡ് ഓൾ 3. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ എഴുതാം. അങ്ങനത്തെ കുറച്ച് സെറ്റുകൾ എഴുതാം. എന്നിട്ടാ അവ തമ്മിലൊന്ന് കൂട്ടാം, 3ഉം തമ്മിൽ കൂട്ടാം. അത് നമുക്ക് ആദ്യം ചെയ്യാം. നമുക്ക് കുറച്ച് ഗ്രൂപ്പുകൾ എഴുതാം. ഇഷ്ടമുള്ള ചെറിയ വളരെ സിമ്പിളായ എണ്ണൽ സംഖ്യകൾ എഴുതാൻ മതി. ആദ്യത്തെ സെറ്റ് 2 3 4 ഇല്ല. തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഞാൻ എഴുതി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളവർ? അതിൻ്റെ തുക എത്ര വരും? 2 + 3 + 4 എത്ര കിട്ടും നമുക്ക്? 9. ഇനി അടുത്തൊരു സെറ്റ് എഴുതാം. ഇഷ്ടമുള്ള എഴുതിക്കോ. ഇപ്പോൾ 5 6 7. ഇനി ഒന്ന് കൂട്ടി നോക്കിയേ. 5 + 6
പ്ലസ് 7 എത്ര കിട്ടും? 18 അല്ലേ? 18. അപ്പം നമുക്ക് 2 ഡിജിറ്റുള്ള എഴുതാം. 11, 12, 13. അപ്പം എത്ര കിട്ടും കൂട്ടിയാൽ? 11 പ്ലസ് 12 പ്ലസ് 13 എത്ര കിട്ടും? 36 അല്ലേ? 36. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ചെക്ക് ഇഫ് ദി സം ഹാസ് എനി റിലേഷൻ വിത്ത് എനി ഓഫ് ദി 3 നമ്പേഴ്സ് ആഡഡ്. അതായത് നമുക്ക് കിട്ടിയ സമ്മ് ഇപ്പോൾ ആദ്യത്തെ ആഡ് ചെയ്ത് നമുക്ക് 9 കിട്ടി അല്ലേ? ഇത് ഈ സം ഏതാ? ഈ സംഖ്യകളുമായിട്ട് ഏതെങ്കിലും സംഖ്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പം നോക്കിയാൽ 2, 3, 4 അല്ലേ? 9 പെട്ടെന്ന് 2-നും ഒരു ബന്ധം കാണില്ല, 4-നും ഒരു ബന്ധം കാണില്ല. 3-ന് എന്താണ് ബന്ധം? 3 × 3 9 അല്ലേ? അങ്ങനെ ഒരു ബന്ധം അവിടെ ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തതും അതേപോലെ തന്നെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 5, 6, 7 നമുക്ക് കിട്ടിയ ഉത്തരം 18 5ഉം 18ഉം തമ്മിൽ വലിയ ബന്ധമൊന്നും കാണില്ല. 7ഉം 18ഉം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇനി 6ഉം 18ഉം തമ്മിലോ? ഇവിടെയും നമുക്ക് 6-നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6 × 3 18. അപ്പം ഇവിടുത്തെ അതേ ബന്ധം ഇവിടെയും കിട്ടി അല്ലേ? ഇനി ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയേ. 11 36 വലിയ ബന്ധമില്ല, 13 36 ബന്ധം കാണില്ല, 12 × 3 36. അപ്പം ഇവിടെ 3-ലും മിഡിൽ നമ്പറിനെ എന്ത് ചെയ്തു? നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഖ്യ കിട്ടുന്നുണ്ട്. അതായത് നോക്കിയേ, 3 × 3-നെ നമ്മൾ 3 കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് 9 കിട്ടണം. അല്ലെങ്കിൽ 6 × 3 18 കിട്ടി നമുക്ക്. അല്ലെങ്കിൽ 12 × 3 എത്ര കിട്ടി? 36 തന്നെ കിട്ടി അല്ലേ? അപ്പോൾ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ അവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തിനു തുല്യമായിരിക്കും? ഈ നടുവിലത്തെ സംഖ്യ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദി സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് 3 ടൈംസ് ദി മിഡിൽ നമ്പർ. അഥവാ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? നടുവിലെ സംഖ്യയുടെ 3 ഇരട്ടിയാകും എന്ന് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ വൈ ദിസ് റിലേഷൻ ഹോൾഡ്സ് ഫോർ എനി 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. എന്തുകൊണ്ടാണ് തുടർച്ചയായ 3 ഏത് എണ്ണൽ സംഖ്യകൾ എടുത്താലും ഇതേപോലെ തന്നെ നടുവിലത്തെ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തുക കിട്ടുന്നു അല്ലെ? അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റ് എടുക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് എഴുതിയ സെറ്റ് എടുത്തെന്ന് വിചാരിക്കാം. ഇപ്പൊ 11, 12, 13 അല്ലെ? ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പൊ ഇതിനെ നമ്മൾ കൂട്ടുന്നു അല്ലെ? അതായത് 11 + 12 + 13. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ മിഡിൽ നമ്പറിന്റെ 3 ഇരട്ടി ആയിരിക്കും അല്ലെ? 3 ഇരട്ടി വേണ്ടിയിട്ട്. അപ്പൊ മിഡിൽ നമ്പർ ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്, അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മിഡിൽ നമ്പർ നമുക്ക് അതേപോലെ തന്നെ എഴുതാം, ഒരു മാറ്റം വരുത്തണ്ട. 12 12 എണ്ണായി കിടന്നോട്ടെ, അതിനൊരു മാറ്റം നമ്മൾ വരുത്തിയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 11 അല്ലെ? ഇനി അടുത്ത 11 ഉണ്ട്. 11 നമുക്ക് എന്ത് ചെയ്യാം? 12ന്റെ ടേംസിൽ എഴുതാം. 12ന്റെ രൂപത്തിൽ എഴുതുമ്പോൾ എന്ത് വരാൻ നോക്ക്? 11ന് നമുക്ക് 12 - 1 അല്ലെ? 12 - 1 ആണ് 11. അപ്പൊ നമുക്ക് 11നെ 12 - 1 എന്ന് എഴുതി. ഇനി 13നെയോ 12 + 1 എന്ന് എഴുതി അല്ലെ? അത് 13. ഇതാണ് നമ്മുടെ 3 സംഖ്യകൾ. ഇപ്പോൾ ഇനി ഇവ തമ്മിൽ കൂട്ടുന്നു. ഇവിടെ എത്ര 12 ഉണ്ട്? ഒരു 12, 2 12, 3 12 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ 3 × 12 എന്ന് എഴുതാം. 3 12 ആയതുകൊണ്ട് 3 × 12. ഇനി ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു -1 ഉണ്ട്, കുറക്കണം 1, പിന്നെ കൂട്ടണം 1 അല്ലെ? അപ്പൊ നോക്കിയേ, 3 × 12 അതിൽ കൂടി 1 കൂട്ടണം, അതിന്റെ കൂടെ 1 കുറക്കണം. 1 കൂട്ടി 1 കുറക്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായി? അത് 0 ആയിട്ട് പോയി അല്ലെ? ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വന്നു? ഇവിടെ 3 × 12. അപ്പൊ നമ്മൾ ഇത് 3ഉം കൂടി കൂട്ടിയപ്പോൾ എന്ത് വന്നു? ഉത്തരം എന്ത് കിട്ടി? 3 × 12. അതായത് മിഡിൽ നമ്പറിനെ 3 കൊണ്ട് ഗുണിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 11 + 12 + 13നെ എന്തെന്ന് എഴുതാൻ പറ്റും? 3 × 12. അതായത് 3 × മിഡിൽ നമ്പർ, 3 × മിഡിൽ നമ്പർ. അതിൽ മൂന്നാമത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദിസ് റിലേഷൻ ഫസ്റ്റ് ഇൻ ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് ദെൻ യൂസിങ് ആൾജിബ്ര. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, ഇത് 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന് മിഡിലിനെ നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ തുല്യമായിരിക്കും പറഞ്ഞു. അത് സാധാരണ ഭാഷയിൽ എഴുതുക, അതിനുശേഷം ആൾജിബ്ര ഉപയോഗിച്ച് എഴുതാം. അപ്പോൾ സാധാരണ ഭാഷയിൽ എഴുതാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇത് തന്നെ പകർത്തി വെക്കുക. എന്തെന്ന് എഴുതാം? ദി സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് 3 ടൈംസ് ദി മിഡിൽ നമ്പർ. അത് തന്നെ എഴുതാം. അതായത്
തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? നടുവിലെ സംഖ്യയുടെ 3 ഇരട്ടിയായിരിക്കും എന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉത്തരം കഴിഞ്ഞു. ഇനി എന്താണ് മറ്റുള്ളത്? ആൾജിബ്ര ഉപയോഗിച്ച് എഴുതണം. അപ്പോൾ ആൾജിബ്ര ഉപയോഗിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ ചെയ്ത പോലെ മിഡിൽ നമ്പർ ആണ് അല്ലേ? മിഡിൽ നമ്പറിന്റെ 3 ഇരട്ടി. അപ്പോൾ മിഡിൽ നമ്പർ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ആണെന്ന് കൊടുക്കാം. ഇനി ഏത് നമ്പർ വേണമെങ്കിലും എക്സ് കൊടുക്കാം, അതിനൊരു വിരോധവും ഇല്ല. കുറച്ചും കൂടി സൗകര്യം നിങ്ങൾക്ക് ഇത് കൊടുക്കാതിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ മിഡിൽ നമ്പർ നമ്മൾ എക്സ് കൊടുക്കുമ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ സംഖ്യ, അതായത് ഫസ്റ്റ് നമ്പർ എന്ത് വരും? ഇപ്പോൾ നോക്കിയാൽ മിഡിൽ നമ്പർ ഞാനിപ്പോൾ 3 സംഖ്യകൾ മിഡിൽ നമ്പർ 6 എന്ന് വിചാരിക്കുക. അതിലാണെങ്കിൽ ഇത് തൊട്ട് മുമ്പത്തെ സംഖ്യ എത്രയാണ്? 6 - 1. അതിൽ 6ൽ നിന്ന് 1 കുറച്ച് നമുക്ക് 5 കിട്ടി. ഇനി അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 6 + 1, അപ്പോൾ നമുക്ക് 7 കിട്ടി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ സംഖ്യ എഴുതുക. അതേപോലെ ഇവിടെ നമ്മൾ മിഡിൽ നമ്പർ എക്സ് എന്ന് എഴുതിയാൽ തൊട്ട് മുമ്പിലത്തെ സംഖ്യ ഏതായിരിക്കും? x - 1 ഇവിടെ എഴുതി അതേപോലെ തന്നെ. ഇനി ലാസ്റ്റ് നമ്പറോ, മൂന്നാമത്തെ നമ്പർ എന്തായിരിക്കും? ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? എക്സിൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ? അതായത് 6ൻ്റെ കൂടെ 1 കൂട്ടിയ പോലെ. അപ്പോൾ x + 1. ഇതാണ് 3 നമ്പേഴ്സ്. നമുക്ക് 3 നമ്പർ ഓർഡറിൽ എഴുതുമ്പോൾ വരും. ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പർ x - 1, ഇത് ആദ്യത്തെ നമ്പർ, പ്ലസ് രണ്ടാമത്തെ നമ്പർ x, പ്ലസ് ലാസ്റ്റ് നമ്പർ, മൂന്നാമത്തെ നമ്പർ x + 1. ഇത് 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്തിന് ഈക്വൽ ആയിരിക്കും? നടുവിലെ നമ്പറിന്റെ 3 ഇരട്ടി, അതായത് 3x. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. For some sets of 4 consecutive natural numbers, the sum of the first and the last and the sum of the middle two are shown separately below. അത് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് അടിയിൽ ഇവിടെ ഇതേപോലെ തന്നിട്ടുണ്ട് അല്ലേ? അതായത് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ. ആ എണ്ണൽ സംഖ്യകൾ ഏതിൻ്റെ ഒക്കെ സം വന്നിട്ടുണ്ട്? ആദ്യത്തേതിൻ്റെയും അവസാനത്തിന് സമ്മ്. ഇപ്പോൾ 1ഉം 4ഉം തന്നിട്ടുണ്ട്, അതിൻ്റെ സമ്മ് 5 അല്ലേ? അതിൻ്റെ മിഡിലുള്ള 1 കഴിഞ്ഞാൽ പിന്നെ 2, 3 അതിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അടുത്തത് 2, 3, 4, 5. അതിൽ 2ൻ്റെയും 5ൻ്റെയും രണ്ടറ്റത്തുള്ളത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടും. അതിൻ്റെ മിഡില് 3ഉം 4ഉം അല്ലേ കൂട്ടിക്കഴിഞ്ഞാലും 7 കിട്ടും. ഇവിടേക്കാ 3, 4, 5, 6. അപ്പോൾ 3ഉം 6ഉം കൂടി കൂട്ടിയാൽ 9, 4ഉം 5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 9 അല്ലേ? അപ്പോൾ 1, 2, 3, 4 എന്നുള്ളതിൽ 1ഉം 4ഉം അറ്റത്തുള്ള കൂട്ടിയാൽ 5 കിട്ടി, മിഡിലെ കൂട്ടിയാൽ 5 കിട്ടി. ഇതാണ് ഇവർ തന്നിട്ടുള്ള ടേബിൾ. അപ്പോൾ എന്താണ് ചോദ്യം? എക്സ്പ്ലെയിൻ വൈ സച്ച് സംസ് ആർ ഈക്വൽ ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഏത് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ എടുത്താലും ഇതേപോലെ തന്നെ ആദ്യത്തതും അവസാനത്തും തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കുന്നത് മിഡിലെ 2 എണ്ണം തമ്മിൽ കൂടി കൂട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയില്ലേ? അതായത് 1, 2, 3, 4 ഇതാണ് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ. അതിൽ 1ഉം 4ഉം കൂടി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 5 കിട്ടി. 2ഉം 3ഉം കൂടി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 5 കിട്ടി. എന്തുകൊണ്ടാണ്? ഏത് എണ്ണൽ സംഖ്യകൾ എടുത്താലും ഇത് തന്നെ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 4 എണ്ണൽ സംഖ്യകൾ എടുത്തു നോക്കാം. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ 10, 11, 12, 13 4 തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഞാൻ എടുത്തു. ഇനി ഇതിൻ്റെ ആദ്യത്തേതും അവസാനത്തും തമ്മിലൊന്ന് കൂട്ടി നോക്കാം. അപ്പം എത്ര വന്നു? 10 + 13 അല്ലേ? ഇതിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് എഴുതാം? 10 പോലെ തന്നെ കിടന്നോട്ടെ, പ്ലസ് 13നെ നമുക്ക് 10ന്റെ ടേംസിൽ എഴുതാം. 10 + 3 എന്ന് എഴുതാം അല്ലേ? 10 + 3 എഴുതി. അപ്പോൾ ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 2 × 10 + 3. അപ്പോൾ ഇതാണ് ആദ്യത്തെ അവസാനം തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇനി നമുക്ക് മിഡിലെ 2 കൂട്ടി നോക്കാം. 11 + 12 എന്ത് വരും? നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10ന്റെ ടേംസിൽ തന്നെ എഴുതുക. 11നെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ 11 കിട്ടണം നമുക്ക് 10 + 1 എന്ന് എഴുതണം അല്ലേ? എന്നാലും നമുക്ക് 11 ആവുള്ളൂ, ശരിയല്ലേ? ഈ 11 നമുക്ക് 10 + 1 എന്ന് എഴുതി. ഇനി 12നെ പ്ലസ് 12 നമുക്ക് എഴുതാം 10 + 2. എത്ര 10 ഉണ്ട്? 2 10 അല്ലേ? അപ്പൊ 2 × 10 പ്ലസ് ഇനി എത്ര കൊണ്ട് നോക്കിയാൽ ഇവിടെ 1ഉം ഇവിടെ 2ഉം 2ഉം 1ഉം 3. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 2 × 10 + 3 അല്ലെ? 2 × 10 + 3. അതേ ഉത്തരം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നതും. അതായത് ആദ്യത്തെയും അവസാനത്തെയും തമ്മിൽ കൂടി കൂട്ടുന്നത് എന്തിന് ഈക്വലാണ്? മിഡിലെ 2ഉം തമ്മിൽ കൂട്ടുന്നതിനും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മിഡിൽ നമ്പേഴ്സ്. മനസ്സിലായില്ലേ?
അതായത് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തേതും അവസാനത്തേതും അല്ലെ, ആദ്യത്തേതും അവസാനത്തെയും സംഖ്യകളുടെ തുകയും നടുവിലുള്ള സംഖ്യകളുടെ തുക എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് എഴുതി വെക്കാം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദിസ് റിലേഷൻ യൂസിങ് ആൾജിബ്ര. ഇത് ആൾജിബ്ര ഉപയോഗിച്ച്, ഈ പറഞ്ഞ കാര്യം നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് എഴുതണം. അപ്പം പിന്നെ ആൾജിബ്ര, ഇതിൻ്റെ ആൾജിബ്ര എങ്ങനെ വരും? ഇവിടെ നമ്മൾ 4 തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെ എടുക്കാം? അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യ ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് എക്സ് മുതൽ തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യത്തേത് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? x+1 അല്ലേ. അടുത്തത് x+2, അടുത്തത് x+3. അതാണ് 4 അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ നോക്കിയാൽ സംഖ്യ 10 എടുത്തെന്ന് വിചാരിക്കുക. 10, അടുത്ത സംഖ്യ എന്തായിരിക്കും? 10ന്റെ കൂടെ 1 കൂട്ടണം അല്ലേ. അതായത് 10+1, അപ്പോൾ നമുക്ക് 11 കിട്ടി. അടുത്ത സംഖ്യ കിട്ടാനോ 10+2, അപ്പോൾ നമുക്ക് 12 കിട്ടി. അടുത്ത കിട്ടാനോ 10+3 അല്ലേ, അപ്പോൾ 13 കിട്ടി. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ സംഖ്യ x എടുത്തു കഴിഞ്ഞാൽ x+1, അടുത്തത് x+2, അടുത്തത് x+3. നമുക്ക് എന്ത് വേണം? സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അല്ലേ, ആദ്യത്തേന്റെയും അവസാനത്തിന്റെയും തുക അല്ലേ. അപ്പോൾ നമുക്ക് അത് എഴുതാം. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ്, അതായത് ആദ്യത്തേതിൻ്റെയും അവസാനത്തെ സംഖ്യകളുടെ തുക എത്ര വരും? നമുക്കറിയാം എക്സ് ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, എക്സ് പ്ലസ് അവസാനത്തെ സംഖ്യ x+3, x+3. എത്ര എക്സ് ഉണ്ട്? 2x പ്ലസ് പിന്നെ ഒരു 3യും. ഇനി നമുക്ക് നോക്കിയാൽ ഈ രണ്ടെണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാലോ, അപ്പോൾ സം ഓഫ് മിഡിൽ അല്ലേ, മിഡിൽ ടു നമ്പേഴ്സ് ഈക്വൽ ടു മധ്യത്തിൽ കിടക്കുന്ന ഏതൊക്കെയാണ്? x+1. അപ്പോൾ x+1 അതിൻ്റെ കൂടെ ഏത് കൂട്ടണം? x+2. അപ്പോൾ ഇവിടെ എന്ത് വന്നു? നേരത്തെ ചെയ്ത പോലെ നോക്കിയാൽ എത്ര എക്സ് ഉണ്ട്? 2x പ്ലസ് 1+2 3. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടി? 2x+3. ഇവിടെ എന്ത് കിട്ടി? 2x+3. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സും x+3യും തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് x പ്ലസ് x+3 ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഇത് തമ്മിൽ കൂടി കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. അതായത് x+1 പ്ലസ് x+2. ക്ലിയർ ആയില്ലേ? വേണമെങ്കിൽ അത് ഏതിന് ഈക്വലാണ്? 2x+3ക്ക് ഈക്വലാണ്. അത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 2x+3.